നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് സ്വസ്ഥതയോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അത് വെറും വഴി നോക്കാൻ മാത്രമുള്ളതല്ല. നമ്മുടെ പ്രദേശത്ത് വായു മലിനീകരണം കുറഞ്ഞതും ശുദ്ധമായ വായു എവിടെയാണ് ലഭിക്കുന്നതെന്നും നമുക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ മാപ്പിൻ്റെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലം സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇലയുടെ ചിത്രം കൂടി കാണിക്കുന്നുണ്ട്, എന്താണ് അതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ എവിടെയൊക്കെയാണ് മികച്ച വായു ലഭിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഏറ്റവും വായു മലിനീകരണമുള്ള പ്രദേശം ഏതാണെന്നും നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ എങ്ങനെ കണ്ടെത്താമെന്നും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇലയുടെ ചിത്രം കാണിക്കുന്നത് എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അതൊന്ന് സൂം ചെയ്യുക. ഓക്കെ, നിങ്ങൾ സൂം ചെയ്തിട്ട് ലേറ്റസ്റ്റ് ഇൻ ദി ഏരിയ എന്ന താഴെ കാണുന്ന ഓപ്ഷൻ്റെ വലതുഭാഗത്ത് NAQI എന്ന് വരുമ്പോൾ നിങ്ങളൊന്ന് നിർത്താം. ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന ആ ഏരിയയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ NAQI എന്ന് പറയുന്ന ഓപ്ഷന് വലതുഭാഗത്ത് വരും. ഇനി ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം എയർ ക്വാളിറ്റി ഗുഡ് 46 NAQI എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒരു ആരോ മാർക്ക്. ഇനി നിങ്ങൾ ടൗൺ ഏരിയയിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി എന്നായിരിക്കും ഉണ്ടാകുക. ഇനി വളരെ മോശം എയർ ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണ് എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏറ്റവും മികച്ച എയർ ക്വാളിറ്റി കിട്ടുന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് വെറും 46 മാത്രമേ ഇവിടെ പൊല്യൂഷൻ ഉള്ളൂ. അതായത് 0 to 50 വരെ ഏറ്റവും മികച്ച എയർ ക്വാളിറ്റിയാണ്. ഇനി ഞാൻ ഇത് ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ കണ്ണൂർ ജില്ലയിലാണുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ മികച്ച എയർ ക്വാളിറ്റിയിൽ 4ാം സ്ഥാനം കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ എവിടെ ടച്ച് ചെയ്താലും 55-ന് താഴെയായിരിക്കും ഈ പൊല്യൂഷൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേതാണ് അറിയേണ്ടതെങ്കിൽ ജസ്റ്റ് മാപ്പിൽ എവിടെയാണ് വേണ്ടതോ അവിടെ ടച്ച് ചെയ്തിട്ട് സൂം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് എറണാകുളം ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എറണാകുളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യേണ്ട വഴി വരുമ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സിറ്റ് പോയാൽ മതി, അല്ലെങ്കിൽ എറണാകുളം തുറന്നിട്ട് സൂം ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് NAQI എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സാറ്റിസ്ഫാക്ടറി എന്നാണ് എറണാകുളത്ത് വരുന്നത്. ജസ്റ്റ് ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എറണാകുളം എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം പൊല്യൂഷൻ അല്പം കൂടിയിട്ട്. അപ്പം കുഴപ്പമില്ലാത്ത എയർ ക്വാളിറ്റിയാണ്. എങ്കിലും നമുക്ക് എറണാകുളം ജില്ലയിലും നല്ല എയർ ക്വാളിറ്റിയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. അത് ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്തിട്ട് എവിടെയാണ് മികച്ച എയർ ക്വാളിറ്റി ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എറണാകുളത്ത് ഏകദേശം 76 കാണിക്കുന്നത്. ഇനിയും ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണ്. സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇന്ത്യയിൽ പലയിടത്തും റെഡും മഞ്ഞയും ചുവപ്പും ഒക്കെ. ഇനി നിങ്ങൾ ബംഗ്ലാദേശിൽ നോക്കുകയാണെങ്കിൽ നോക്കിയാട്ടെ, വളരെയധികം പൊല്യൂഷനാണ്. വെരി പുവർ. അതായത് നേരത്തെ എയർ ക്വാളിറ്റി സാറ്റിസ്ഫാക്ടറി എന്നുള്ളിടത്ത് വെരി പുവർ എന്നാണുള്ളത്. 400 ഉള്ളതുണ്ട് ബംഗ്ലാദേശിൽ, 400 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും നഗരങ്ങളുണ്ട്. ഓക്കെ, ഇതുപോലെ സൂം ചെയ്തിട്ട് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇന്ത്യയിലതും കാണാൻ പറ്റും വെരി പുവറായിട്ടുള്ള ഇത്. അതുപോലെ തന്നെ യെല്ലോ ഉള്ളത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് സ്ഥലത്തെയും എയർ ക്വാളിറ്റി നോക്കാൻ പറ്റും. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞില്ലേ, അതായത് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും സ്ഥലം, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം സെർച്ച് ചെയ്യുന്നു. ഞാനിപ്പോൾ വയനാട് സെർച്ച് ചെയ്യുന്നു. ഇനി ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വഴി കാണിക്കുന്നിടത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഇലയുടെ ചിത്രം. ഇതാണ് പലരും പറയുന്നത്. സത്യത്തിൽ ഇത് ഇലയുടെ ചിത്രമല്ല, സേവസ് പെട്രോൾ എന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന ആ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പെട്രോൾ ലാഭിക്കാൻ സാധിക്കും. അതായത് മറ്റുള്ള വഴി ചിലപ്പോൾ കിലോമീറ്റർ കുറവായിരിക്കും, പക്ഷേ ഒരുപാട് കുണ്ടും കുഴികളും ഉണ്ടാവും. അതുപോലെ പോക്കറ്റ് റോഡ് ഉണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾ ബ്രേക്ക് ഇടണം, നിർത്തണം, ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയുള്ളതിലൊക്കെ പെടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്രോൾ അധികം നഷ്ടപ്പെടും. അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന സേവസ് പെട്രോൾ എന്ന് പറയുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നതാണ് നിങ്ങൾക്ക് സമയ ലാഭവും അതുപോലെ തന്നെ പെട്രോൾ ലാഭവും. ഒരിക്കലും കിലോമീറ്റർ നോക്കിയിട്ട് നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾ ഈ സേവസ് പെട്രോൾ എന്ന് പറയുന്ന റൂട്ട് വേണം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.